Today we are going to discuss about the topic speech at Mahat. How does Ambedkar compare the caste system of India with that of France? എങ്ങനെയാണ് അംബേദ്കർ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിലെ പല കാര്യങ്ങളും ഫ്രാൻസുമായിട്ട് കമ്പയർ ചെയ്തതെന്നാണ് ചോദ്യം. എ റാദർ സിമിലർ സിസ്റ്റം ഓഫ് ക്ലാസസ് എക്സിസ്റ്റഡ് ഇൻ ദ ഫ്രാൻസ് ഓഫ് 1789. 1759 ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം പോലെ തന്നെ ചില ക്ലാസിൻ്റെ ഡിവിഷൻസ് ഫ്രാൻസിലും എക്സിസ്റ്റ് ചെയ്തിരുന്നു. ദ ഡിഫറൻസ് വാസ് ദാറ്റ് ഇറ്റ് വാസ് എ സൊസൈറ്റി ഓഫ് 3 കാസ്റ്റ്. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ഒരു 3 ഗ്രൂപ്പിൻ്റെ സിസ്റ്റമായിരുന്നു. ലൈക്ക് ദ ഹിന്ദു സൊസൈറ്റി, ദ ഫ്രഞ്ച് ഹാഡ് എ ക്ലാസ് ഓഫ് ബ്രാഹ്മിൻസ് ആൻഡ് അനദർ ഓഫ് ക്ഷത്രിയാസ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് 3 ഡിഫറെൻറ്റ് കാസ്റ്റ് ഓഫ് വേശ്യ, ശൂദ്ര ആൻഡ് അതിശുദ്ധ്, ദർ വാസ് 1 ക്ലാസ് ദാറ്റ് കോംപ്രഹെൻഡ് ദിസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 4-5 ഉണ്ടെങ്കിൽ ഇവിടെ അവസാനത്തെ 3 പകരം ഒരൊറ്റ ക്ലാസ് ആയിട്ടാണ് തിരിക്കുന്നത്. വൈശ്യ, ശൂദ്ര, അതിശുദ്ധന് പകരം ഒറ്റ ക്ലാസ് ആയിട്ട്. ദിസ് ഈസ് എ മൈനർ ഡിഫറൻസ്. ഇതായിരുന്നു ഒരു ചെറിയ വേർതിരിവ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ദ കാസ്റ്റ് ഓർ ക്ലാസ് സിസ്റ്റം വാസ് സിമിലർ. ഇവിടെ കാസ്റ്റ് സിസ്റ്റം ആണെങ്കിലും ഫ്രണ്ടിൽ ക്ലാസ് സിസ്റ്റം ആണെങ്കിലും രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ആയിരുന്നു. ദ സിമിലാരിറ്റി ടു ബി നോട്ടഡ് ഇസ് നോട്ട് ഓൺലി ഇൻ ദ ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ക്ലാസസ്. ഇങ്ങനെ വേർതിരിവുകൾ ക്ലാസസ് ആയിട്ടും കാസ്റ്റ് സിസ്റ്റമൊക്കെ ആയിട്ട് തിരിച്ചു എന്നതിൽ മാത്രമല്ല നമ്മൾ വേർതിരിവുകൾ കാണുന്നത്. ദി ഇൻഇക്വാലിറ്റി ഓഫ് അവർ കാസ്റ്റ് സിസ്റ്റം വാസ് ഓൾസോ ടു ബി ഫൗണ്ട് ഇൻ ദ ഫ്രഞ്ച് സോഷ്യൽ സിസ്റ്റം. ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ബേസിലുള്ള ഈ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടല്ലോ, ഒരു തുല്യത ഇല്ലായ്മ, ഇത് ഫ്രഞ്ചിലും നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ സോഷ്യൽ സിസ്റ്റത്തിൽ തന്നെ ഈ ഒരു വേർതിരിവ്, ഡിസ്ക്രിമിനേഷൻ കാണാൻ പറ്റുമായിരുന്നു. ദ നാച്ചർ ഓഫ് ദി ഇൻഇക്വാലിറ്റി ഇൻ ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് ഇക്കണോമിക് ഇൻ നാച്ചർ. പക്ഷെ അതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ ഇക്കണോമിക് നാച്ചറായിരുന്നു, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആളുകളെ തരംതിരിച്ചിരുന്നത്. ഇറ്റ് വാസ് ഹൗവർ ഈക്വലി ഇൻറ്റൻസ്. ഇതുപോലെ തന്നെ കഠിനം തന്നെയായിരുന്നു ആ ഒരു വേർതിരിവും. ഇന്ത്യയിലത്തെ കാസ്റ്റ് സിസ്റ്റം എത്രത്തോളം കാഠിന്യമേറിയതായിരുന്നു അതേപോലെ തന്നെ ആയിരുന്നു അവിടുത്തെ ക്ലാസ് സിസ്റ്റവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സ്കോപ്പ് ഓഫ് ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി? ദ നാഷണൽ അസംബ്ലി ഇസ് ദ പ്രിൻസിപ്പൽ ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ദ ഫ്രഞ്ച് റിപ്പബ്ലിക്. അപ്പോൾ നാഷണൽ അസംബ്ലിൻ്റെ സ്കോപ്പ് എന്താണെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ബോഡി, അതായത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ബോഡിയുടെ ഒരു പ്രിൻസിപ്പൽ ആണ് ഈ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ. ഇറ്റ് പാസസ് ലോസ്, മോണിറ്റേഴ്സ് ഗവൺമെൻറ് ആക്ഷൻസ് ആൻഡ് ഇവാലുവേറ്റ് പബ്ലിക് പോളിസീസ്. അപ്പോൾ അവിടെ നിയമം പാസ്സാക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസൊക്കെ വിലയിരുത്തുന്നതും അതുപോലെ അതിനെ നിയന്ത്രിക്കുന്നതൊക്കെ നാഷണൽ അസംബ്ലിയാണ്. ദ റോഡ് ഇറ്റ് മാർക്കഡ് ഔട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഫ്രഞ്ച് നാഷൻ. ശരിക്കും നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് നാഷൻ്റെ ഡെവലപ്മെൻറ്റിന് വലിയൊരു വഴി തെളിയിച്ച ഒരു സംഭവമാണ്. വൈ ഡസ് ദ തേർഡ് പ്രൊക്ലമേഷൻ മെയ്ഡ് ബൈ ദ ഫ്രഞ്ച് നാഷണലിസ്റ്റ് അസംബ്ലി കോൾഡ് ദ കിങ് ഓഫ് പ്രൊക്ലമേഷൻ? അപ്പോൾ മൂന്നാമത്തെ ആ വിളംബരം അതിന് എന്തിനാണ് കിങ് ഓഫ് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നതെന്നാണ് ചോദ്യം. ദ തേർഡ് പ്രൊക്ലമേഷൻ വാസ് നോട്ട് അബൌട്ട് ദ പൊളിറ്റിക്കൽ, ഇക്കണോമിക് ഓർ റിലീജിയസ് സിസ്റ്റം. അപ്പോൾ മറ്റ് 2 പ്രൊക്ലമേഷനും എങ്ങനെയായിരുന്നു, പൊളിറ്റിക്കലിനും എക്കണോമിക്കിൻ്റെ ഒക്കെ ബേസിലായിരുന്നെങ്കിൽ മൂന്നാമത്തെ പ്രൊക്ലമേഷൻ പൊളിറ്റിക്കലിൻ്റെ, എക്കണോമിക്കിൻ്റെ അതുപോലെ റിലീജിയസ് സിസ്റ്റത്തിൻ്റെ ബേസിലല്ല. ഇറ്റ് വാസ് ഓഫ് എ ജനറൽ നേച്ചർ ആൻഡ് ലേഡ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് ഓൾ സോഷ്യൽ അറേഞ്ച്മെൻറ്റ് ഔട്ട് ടു റെസ്റ്റ്. സോഷ്യൽ അറേഞ്ച്മെൻറ്റ്, നമ്മൾ സാമൂഹിക വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ഈ ഒരു പ്രൊക്ലമേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രം ദാറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ദ തേർഡ് പ്രൊക്ലമേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദി 3. ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫസ്റ്റിനേക്കാളും സെക്കൻഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തേർഡ് പ്രൊക്ലമേഷനാണ്. ഇറ്റ് മൈറ്റ് ബി കോൾഡ് ദ കിങ് ഓഫ് ദിസ് പ്രൊക്ലമേഷൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കിങ് ഓഫ് ദി പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിനോട്ട് ദ വേൾഡ് ഓവർ ആസ് ദ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ ബർത്ത് റൈറ്റ്സ്. ഇതിൽ മനുഷ്യൻ്റെ ജന്മാവകാശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് തേർഡ് പ്രൊക്ലമേഷനിൽ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അൺപ്രസിഡൻറ്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്, മോർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് യൂണിക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിവിലൈസ്ഡ് നാഷൻ. ഇത് ഫ്രാൻസിൽ മാത്രമല്ല പോപ്പുലറായത്, അതല്ലെങ്കിൽ അവിടെ മാത്രമല്ല സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഇത് എന്താണ്, സിവിലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ നാഷനിലും ഒരു വേറിട്ട ചരിത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. For every European nation has followed the French Assembly in giving it a place in its own constitution. എല്ലാ യൂറോപ്യൻ നാഷനും
എല്ലാ യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഈ ഫ്രഞ്ച് അസംബ്ലിക്ക് നല്ലൊരു സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ വൺ മേ സേ ദാറ്റ് ഇറ്റ് ബ്രോട്ട് അബൌട്ട് എ റെവല്യൂഷൻ നോട്ട് ഓൺലി ഇൻ ഫ്രാൻസ് ബട്ട് ദ ഹോൾ വേൾഡ്. അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു നാഷണൽ അസംബ്ലി റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രാൻസിൽ മാത്രമല്ല ഈ ലോകം മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. ദിസ് പ്രൊക്ലമേഷൻ ഹാസ് 17 ക്ലോസസ്. ഇതിന് 17 ക്ലോസസ് ആണുള്ളത്. അതിലത്തെ കുറച്ച് ക്ലോസസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 17 ക്ലോസസ് ഓഫ് വിച്ച് ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ്. അതിൽ ഫസ്റ്റ് പറയണ all human beings are equal by birth and they shall remain equal till death. എല്ലാ ആളുകളും ജനിക്കുമ്പോൾ ഒരേപോലെയാണ് ജനിക്കുന്നത്. ആ തുല്യത മരണം വരെ നിലനിർത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കുട്ടികൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി കയ്യമ്മ ഒരു ബാഡ്ജ്, ഇന്നാളുടെ ബേബി ഓഫ് ഇന്നാളുടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. ആ ഒരു ബാഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ നമ്മുടെ സ്വന്തം കുട്ടികളെ പോലും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ജനിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഏകദേശം ഒരേ ചായ, ഒരേ ലുക്കൊക്കെയാണ്. അപ്പോൾ ആ ഒരു തുല്യത മരണം വരെ ഒരു വ്യക്തിക്ക് കൊണ്ടു നടക്കണം എന്നാണ് പറയുന്നത്. ദേ മേ ബി ഡിസ്റ്റിങ്വിഷ് ഇൻ സ്റ്റാറ്റസ് ഓൺലി ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്. ഒരു കുട്ടിയിൽ വേർതിരിവ് കാണുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ആളുകളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി അപ്പുറത്തിരിക്കുന്ന കുട്ടീനെ തട്ടിയിടുന്നില്ലേ അല്ലേ? ആ കുട്ടികൾ ജനിച്ചപ്പോൾ അവരുടെ തുല്യതയാണ്. ഒരിക്കലും മറ്റൊരാളെ ഉപദ്രവിക്കില്ല. ആ ഒരു കുട്ടികളുടെ മനസ്സിൽ ഒരിക്കലും കളങ്കമുണ്ടാവില്ല അല്ലേ? പക്ഷേ പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. അതർവൈസ് ദർ ഈക്വൽ സ്റ്റാറ്റസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. ഒരു കുട്ടി ജനിച്ച് അവരൊരുമിച്ച് കളിച്ച് വളരുകയാണെങ്കിൽ അവരിൽ എങ്ങനെയാണ് ഒരു ഈക്വൽ സ്റ്റാറ്റസിന് ഉണ്ടാവുക. അപ്പം അവരിൽ ഈ ഒരു വേർതിരിവൊക്കെ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? മുതിർന്ന വ്യക്തികളാണ്. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് ഓഫ് പൊളിറ്റിക്സ് ഈസ് ടു മെയിൻറ്റെയിൻ ദിസ് ഹ്യൂമൻ ബർത്ത് റേറ്റ്. അപ്പോൾ അടുത്ത ക്ലോസിൽ എന്താ പറയണതെന്ന് വെച്ചാൽ ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് ഓഫ് പൊളിറ്റിക്സ് ഈസ് ടു മെയിൻറ്റെയിൻ ദിസ് ഹ്യൂമൻ ബർത്ത് റേറ്റ്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹ്യൂമൻ ബർത്ത് റേറ്റ് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്ലോസിൽ പറയണത് ദ എൻറ്റയർ നാഷൻ ഈസ് ദ മദർ സോഴ്സ് ഓഫ് സോവറിനിറ്റി. ദ റൈറ്റ്സ് ഓഫ് എനി ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ special class unless they are given by the nation cannot be acknowledged as valid on any other ground, be it political or religious. ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ അർത്ഥത്തിലും തുല്യത കിട്ടണം എന്നാണ് പറയുന്നത്. അതൊരു സ്പെഷ്യൽ ക്ലാസിൻ്റെയോ ഗ്രൂപ്പിൻ്റെയോ ഇൻഡിവിജ്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിവ് കാണിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, നാഷൻ ആ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അവർക്ക് കിട്ടേണ്ടതാണ്. അത് എന്താണെന്ന് വെച്ചാൽ കനോട്ട് ബി അക്നോളജ്ഡ് ആസ് വാലിഡ് ഓൺ എനി അതർ ഗ്രൗണ്ട്, ബി ഇറ്റ് പൊളിറ്റിക്കൽ ഓർ റിലീജിയസ്. അവരോട് ഒരു തരത്തിലും, അത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ റിലീജിയസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ വേർതിരിവ് കാണിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്ലോസ് പറയണത് എനി പേഴ്സൺ ഈസ് ഫ്രീ ടു ആക്ട് അക്കോർഡിംഗ് ടു ഹിസ് ബർത്ത് റൈറ്റ്. Any limit placed upon his freedom must be only to the extent necessary to permit other person to enjoy their birth rights. റൈറ്റ് ആണ് കേട്ടോ. അതായത് ഒരാൾ ജനിച്ചിട്ട് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം പറയുമ്പോൾ തന്നെ ഒരാളുടെ ഫ്രീഡത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരാളുടെ മൂക്ക് തുടങ്ങുന്നിടത്ത് നമ്മുടെ കൈ വീശാനുള്ള സ്വാതന്ത്ര്യം തീരുമെന്ന് പറയാറുണ്ട്. സെയിം സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. സച്ച് ലിമിറ്റ്സ് മസ്റ്റ് ബി ലേഡ് ഡൗൺ ബൈ ലോ. They cannot be set on the grounds of the religion or any other basis than the law of the land. ആ ഒരു നാടിന് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രത്തിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം ഈ ഫ്രീഡം നിശ്ചയിക്കേണ്ടത്. അല്ലാതെ അത് മറ്റെന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിൽ എക്കണോമിക്കലോ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ റിലീജിയസോ അങ്ങനെ എന്തെങ്കിലും ഒരു അടിസ്ഥാനത്തിലാവരുത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ. ഇനി അഞ്ചാമത്തെ ക്ലോസ് പറയണത് ദ ലോ വിൽ ഫോർബിഡ് ഓൺലി സച്ച് ആക്ഷൻസ് ആസ് ആർ ഇൻജൂരിയസ് ടു സൊസൈറ്റി. ഇത്തരത്തിലുള്ള നിയമങ്ങൾ തടസ്സങ്ങൾ വെക്കുന്നത് എങ്ങനത്തെ പ്രവൃത്തികളിലാണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ദോഷമാകുന്ന നിലയ്ക്ക് വരുമ്പോൾ മാത്രമാണ് അതിനൊരു ഫോർബിഡൻസ് അല്ലെങ്കിൽ ഒരു ഭ്രഷ്ട് കൽപ്പിക്കുന്നുള്ളൂ. ഓൾ മസ്റ്റ് ബി ഫ്രീ ടു ഡു വാട്ട് ഹാസ് നോട്ട് ബീൻ ഫോർബിഡൻ ബൈ ലോ. എല്ലാവർക്കും നിയമം അനുസരിച്ച് എന്തും ചെയ്യാം. നിയമം അനുശാസിക്കുന്ന തെറ്റുകളുണ്ടാവും. ആ തെറ്റുകളിൽ നിന്ന് മാത്രം വിട്ടു നിന്നാൽ മതി.
nor can anyone be compelled to do what the law has not laid down as a duty. നിയമം അനുസരിച്ച് കടമയായി പറയാത്ത ഒരു കാര്യവും ഒരു മനുഷ്യനും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആറാമത്തെ ക്ലോസ് പറയണത് എന്താ വെച്ചാൽ, ദ ലോ ഈസ് നോട്ട് ഇൻ ദ നാച്ചർ ഓഫ് ബോണ്ട്സ് സെറ്റ് ബൈ എനി പെർട്ടിക്കുലർ ക്ലാസ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസ് കൊടുക്കുന്ന ഒരു ബൗണ്ടറീസ് എന്നല്ല ശരിക്കും പറഞ്ഞാൽ നിയമം എന്ന് പറയുന്നത്. ദ റൈറ്റ് ടു ഡിസൈഡ് വാട്ട് ദ ലോ ഷാൾ ബി റെസ്റ്റ് വിത്ത് ദ പീപ്പിൾ ഓർ ദ റെപ്രസെൻറ്റേറ്റീവ്. അവർക്കൊരു അധികാരമുണ്ട്, ഒരു അവകാശമുണ്ട് ഏത് നിയമമാണ് ആളുകളിലോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളിലോ നിലനിൽക്കേണ്ടത് എന്നതിൽ. വെദർ സച്ച് എ ലോ ഈസ് പ്രൊട്ടക്റ്റീവ് ഓർ പ്യൂണിറ്റീവ് ഇറ്റ് മസ്റ്റ് ബി ദ സെയിം ഫോർ ആൾ. ഏതെങ്കിലും ഒരു നിയമം ആർക്കെങ്കിലും ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അത് അവർക്ക് ദോഷമാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഒരു പ്രത്യേക ക്ലാസ്സിന് മാത്രമല്ല ഒരു നിയമം ദോഷമാവേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലാസ്സിന് മാത്രമല്ല നിയമം പ്രൊട്ടക്റ്റീവ് ആവേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അതും തുല്യമായിരിക്കണം. സിൻസ് ജസ്റ്റിസ് റിക്വയർസ് ദാറ്റ് ഓൾ സോഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ബി ബേസ്ഡ് ഓൺ ദ ഈക്വാലിറ്റി ഓഫ് ഓൾ. എല്ലാ സോഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് സാമൂഹിക വ്യവസ്ഥതയും എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം. ഓൾ ഇൻഡിവിജ്വൽസ് ആർ ഈക്വലി എലിജിബിൾ ഫോർ എനി കൈൻഡ് ഓഫ് ഓണർ, പവർ ആൻഡ് പ്രൊഫഷൻ. എല്ലാ തരത്തിലുള്ള വ്യക്തികൾക്കും എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങൾ, അതേപോലെ അധികാരം, ജോലി ചെയ്യാനുള്ള അവകാശം ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ഒരാൾ അതിന് അനുയോജ്യനാണെങ്കിൽ അയാളുടെ ഒന്നും എക്കണോമിക് സ്റ്റാറ്റസോ പൊളിറ്റിക്കൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ റിലീജിയസ് സ്റ്റാറ്റസോ ഒന്നും നോക്കാതെ അയാൾക്ക് ആ ഒരു അംഗീകാരം കൊടുക്കണം. അധികാരം അർഹിക്കുന്ന ആളാണെങ്കിൽ അധികാരം കൊടുക്കണം. പിന്നെ ജോലി ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. Any distinctions in such matter must be owing to differences of individual merit. It must not be based on birth. ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഓരോരുത്തരുടെയും നേട്ടങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കണം അയാൾക്കുള്ള അംഗീകാരം കൊടുക്കേണ്ടത്. അല്ലാതെ അത് അവരുടെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തരുത്. അപ്പോൾ ഒരാൾക്കുള്ള കഴിവ്, ആ കഴിവ് അയാൾ ഏത് റിലീജിയനിൽപ്പെട്ട ആളാണെങ്കിലും അത് പ്രകടിപ്പിക്കാനും അതിനുള്ള അംഗീകാരം കിട്ടാനുള്ള അവകാശം അയാൾക്കുണ്ട്. അത് കിട്ടിയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് അംബേദ്കർ ഫീൽ ദാറ്റ് ദ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി അലോൺ കനോട്ട് ബ്രിങ് ഇക്വാലിറ്റി ഇൻ ദി സൊസൈറ്റി? എന്തുകൊണ്ടാണ് അംബേദ്കറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ മാറ്റുന്നതോട് കൂടിയിട്ട് ഇക്വാലിറ്റി സമൂഹത്തിൽ വരുമെന്ന് അംബേദ്കറിന് തോന്നിയില്ല. എന്തുകൊണ്ടായിരിക്കും? ഇഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി മീൻസ് ദാറ്റ് ദ പ്രിവിലേജ് ഷുഡ് ഡിപ്പെൻഡ് നോട്ട് ഓൺ ബർത്ത്, wealth or anything else, but solely on the merits of each man, then how can it be demanded that a man without merit and is dirty and vicious should be treated on level with a man who has merit and is clean and virtuous? അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പറയാറുണ്ട് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജന്മം കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ സ്വത്ത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രിവിലേജ് കൊണ്ട് വരുന്ന ഒരു സംഭവമല്ല എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം നമ്മൾ പറയാറുണ്ട് നേട്ടങ്ങളുള്ള അല്ലെങ്കിൽ ഗുണങ്ങളുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ വളരെ നല്ല ആളാണെന്ന് പറയാറുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ പറയാറുണ്ട് കുറേ പൊട്ടന്മാരും മണ്ടന്മാരൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, വിത്തൗട്ട് മെറിറ്റ്, ഒരു നേട്ടവും ഇല്ലാത്ത ഒരു ബെനിഫിറ്റ്സും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. അവരെന്താണ് ഡേർട്ടി ആൻഡ് വിഷ്യസ്, അവർ മോശം ആളുകളാന്നുള്ള നിലയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഷുഡ് ബി ട്രീറ്റഡ് ഓൺ ലെവൽ വിത്ത് എ മാൻ ഹു ഹാസ് മെറിറ്റ് ആൻഡ് ഈസ് ക്ലീൻ ആൻഡ് വെർച്വസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒന്നും നേടാത്തവരെ നമ്മൾ ക്ലീനും വെർച്വസ് ആയിട്ടുള്ള, അതായത് മെറിറ്റിലുള്ള ആളുകളെ ഒപ്പം ഇരുത്താൻ പറ്റുമോ അല്ലെങ്കിൽ അവരൊപ്പം കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. സച്ച് ഈസ് എ കൗണ്ടർ ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ അതൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സം ടൈംസ് പോസ്റ്റ്, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ശരിക്കും നമുക്ക് ഉത്തരം മുട്ടിപ്പോകും അല്ലേ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡിഫൈൻ ഇക്വാലിറ്റി ആസ് ഗിവിങ് ഈക്വൽ പ്രിവിലേജസ് ടു മാൻ ഓഫ് ഈക്വൽ മെറിറ്റ്. ശരിക്കും പറഞ്ഞാൽ കഴിവുള്ളവർക്ക് ഒരേ തരത്തിലുള്ള പ്രിവിലേജസ് കൊടുക്കുക എന്നുള്ളത് ആണ് ഈക്വാലിറ്റി എന്നുള്ളതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ബട്ട് ബിഫോർ പീപ്പിൾ ഹാവ് had an opportunity to develop their inherent qualities and to merit privileges, it is just to treat them all equally. അതായത് ഇപ്പോൾ മെറിറ്റിലുള്ള ആളുകളല്ലെങ്കിലും അയാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ
അങ്ങനെ അതിനനുസരിച്ചിട്ട് വളരാനുള്ള ചാൻസസ് അവർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ ഈക്വലി അവരെ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇൻ സോഷ്യോളജി ദ സോഷ്യൽ ഓർഡർ ഈസ് ഇറ്റ് സെൽഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാളിറ്റീസ് ദാറ്റ് എനി പേഴ്സൺ മേ പൊസസ് അറ്റ് ബർത്ത്. ഉദാഹരണത്തിന് ജന്മം കൊണ്ട് ചിലപ്പോൾ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു പരമ്പരയിലത്തെ ആളായിരിക്കാം. പക്ഷെ അതല്ലാതെ ഒരാളുടെ കഴിവ് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെങ്കിൽ, പഠിച്ചിട്ടോ മറ്റോ സ്കില്ല് കൊണ്ടോ ഒരാൾക്ക് ഉയരാൻ പറ്റുമെങ്കിൽ ആ ചാൻസസ് ഒക്കെ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇഫ് സ്ലേവ്സ് ആർ കോൺസ്റ്റൻ്റ്ലി ട്രീറ്റഡ് അൺഈക്വലി, ഇപ്പോൾ അടിമകളായിട്ടുള്ള ആളുകളെ അടിമകളായിട്ട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഡെവലപ്പ് നോ ക്വാളിറ്റീസ് അതർ ദാൻ ദോസ് അപ്രോപ്രിയേറ്റ് ടു സ്ലേവ്സ്. അപ്പോൾ അവരുടെ പൂർവികരായ ആളുകൾ, അടിമകൾ അതെങ്ങനെ ആയിരുന്നോ അതേപോലെ തന്നെ ആയിരിക്കും ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ഇനിയും വരുന്ന പരമ്പരകൾ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവരിൽ മാറ്റങ്ങൾ വരാൻ സമ്മതിക്കുന്നില്ല. അവരെ ഒരു അടിമയായിട്ട് തന്നെയാണ് സമൂഹം ട്രീറ്റ് ചെയ്യണത്. ആൻഡ് ദേ വിൽ നെവർ ബിക്കം ഫിറ്റ് ഫോർ എനി ഹയർ സ്റ്റാറ്റസ്. അവർ ഒരിക്കലും സമൂഹം അവരുടെ കാഴ്ചപ്പാട് മാറ്റാത്തോടത്തോളം കാലം അടിമകളെന്നും അടിമകൾ തന്നെ ആയിരിക്കും. അവരൊരിക്കലും സമൂഹത്തിൽ നല്ലൊരു ഉയർന്ന സ്ഥാനം നേടാൻ കഴിയാത്തവരായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിവിഷൻ ഓഫ് സോഷ്യൽ ക്ലാസ് ഇൻ ഏൻഷ്യൻ്റ് റോം? ഏൻഷ്യൻ്റ് റോമിലെ സോഷ്യൽ ക്ലാസ്സിൻ്റെ ഡിവിഷൻ എങ്ങനെയായിരുന്നു നോക്കാം. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 2 classes, the upper class patricians and the working class plebeians, whose social standing and right under the law were initially rigidly defined in favor of the upper class until the period characterized by the conflict of the orders. അപ്പോൾ ഇവിടെ പ്ലെബിയൻസന്മാരാണ് ഏറ്റവും താഴ്ന്ന ജാതിക്കാർ. അവരുടെ ജീവിതം, അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പർ ക്ലാസ് ആയിട്ടുള്ള പെട്രീഷ്യൻസിൻ്റെ ഫേവറിലായിരിക്കും. അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് പ്ലെബിയൻസ് പലപ്പോഴും കീഴടങ്ങി കൊടുക്കാറാണ് പതിവ്. Why did the Charter of 12 Laws fail to address the problems of plebeians? അപ്പോൾ ഇനി പ്ലെബിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ചാർട്ടർ ഓഫ് 12 Law പോലും അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നോക്കാം. For the officer who enforced the laws were all of the patrician class. അപ്പോൾ ഓഫീസർമാരൊക്കെ ഏത് ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ്? പെട്രീഷ്യൻ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ്. മോർ ഓവർ ദ ചീഫ് ഓഫീസർ കോൾഡ് ദ ട്രിബ്യൂൺ വാസ് ആൾസോ എ പെട്രീഷ്യൻ. ചീഫ് ഓഫീസറും ട്രിബ്യൂൺ എന്ന പേരുള്ള ആ ഒരു ചീഫ് ഓഫീസറും പെട്രീഷ്യൻ ആളാണ്. ഹെൻസ് ദോ ദ ലോസ് വർ യൂണിഫോം ദർ വാസ് പാർഷ്യാലിറ്റി ഇൻ ദർ എൻഫോഴ്സ്മെൻറ്റ്. നിയമമൊക്കെ ഒരുപോലെയാണെങ്കിലും തൻ്റെ വർഗ്ഗക്കാരോടൊരു കൂറ് കൂടുതലുണ്ടാവുമല്ലോ പെട്രീഷ്യന്മാർക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും പാർഷ്യാലിറ്റി പ്ലെബിയൻസിനോട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഒറാക്കിൾ ഓഫ് ഡെൽഫി ഇൻ ഏൻഷ്യൻ്റ് റോം? ഏൻഷ്യൻ്റ് റോമിൽ ഒറാക്കിൾ ഓഫ് ഡെൽഫി എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ റോമൻ പീപ്പിൾ ഹാഡ് എ tradition that nothing was to be done without the favorable verdict of the oracle at Delphi. അപ്പോൾ ഇതിൽ ഈ ഒരു ഒറാക്കിൾ ഓഫ് ഡെൽഫിയിൽ പ്രവചനമാണ് നടക്കുന്നത്. അപ്പോൾ റോമിൽ ഒരു കാര്യവും ഈ ഒരു ഒറാക്കിൾ ഓഫ് ഡെൽഫിയിൽ പ്രവചിച്ചില്ലെങ്കിൽ അവർ നടത്തിയിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് റോമൻസ് ഓൾവേസ് ചൂസ് എ പെട്രീഷ്യൻ ആസ് ദ പ്രീസ്റ്റ് ഓഫ് ഡെൽഫി? അതിന് കാരണം എന്താ നമുക്ക് നോക്കാം. ഓൺലി ഇഫ് ദ മാൻ ഇലക്റ്റഡ് ബൈ ദ പ്ലെബിയൻസ് ടു ദ പൊസിഷൻ ഓഫ് ട്രിബ്യൂൺ വാസ് amenable to the patricians would the oracle favor him and give him opportunity of actually assuming office. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവരെ എലക്ട് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഒറാക്കിൾ ഓഫ് ഡെൽഫി സമ്മതിക്കുകയാണെങ്കിൽ, അതിൽ ഒരു പ്രവചനം പറയുകയാണെങ്കിൽ മാത്രമാണ് അവർ ആയിരുന്നുള്ളൂ. റോമിലത്തെ ആളുകളുടെ ഒരു വിശ്വാസം അതായിരുന്നു. അപ്പോൾ ഇവിടെ ഒരിക്കലും പെട്രീഷ്യന്മാർ അങ്ങനെ വന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. വാട്ട് ഡിഡ് ദ പ്ലെബിയൻസ് ഗെയിൻ ബൈ ദ റൈറ്റ് ടു എലക്ട് എ ട്രിബ്യൂൺ? അവസാനം ഈ ഒരു ആളുകളെ ട്രിബ്യൂണിനെ എലക്ട് ചെയ്യാനുള്ള അധികാരം ട്രിബ്യൂണിനെ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പ്ലെബിയൻസിന് ട്രിബ്യൂണിനെ എലക്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരുന്നു. പക്ഷേ അവർക്ക് ഈ ഒറാക്കിളിൽ ഒരിക്കലും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് എന്നും പെട്രീഷ്യന്മാർ തന്നെയായിരുന്നു പൊസിഷൻ കീപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതിനൊരു ഉത്തരം കൊടുക്കുകയാണെങ്കിൽ ദ ആൻസർ മസ്റ്റ് ബി നത്തിങ് ഇൻ റിയാലിറ്റി.
സത്യത്തിൽ ഒരു ഉപകാരമില്ലാത്ത ഒരു അധികാരമായിരുന്നു അത്. How can we strengthen Hindu society according to Ambedkar? Hindu society is to be strengthened through the uproot of the forecast system and untouchability, and set the society on the foundation of the two principles of one caste only, and of the way to abolish untouchability is not any other than the way to ഇൻവിഗറേറ്റ് ഹിന്ദു സൊസൈറ്റി. അപ്പോൾ ഹിന്ദു സൊസൈറ്റിയിൽ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പ്രിൻസിപ്പിൾ കൊണ്ടുവരണം എന്നാണ് അംബേദ്കർ പറയുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നത് ഒറ്റ കാസ്റ്റാക്കി മാറ്റുക, പിന്നെ ഐത്തം എന്നത് അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തെ ഫുള്ളായിട്ട് തുടച്ച് നീക്കുക. ഡിസ്ക്രൈബ് ദ 3 പ്രൊക്ലമേഷൻ മെയ്ഡ് ബൈ ദ ഫ്രഞ്ച് നാഷണലിസ്റ്റ് അസംബ്ലി. അപ്പോൾ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി കൊണ്ടുവന്നിട്ടുള്ള 3 പ്രൊക്ലമേഷനെ കുറിച്ച് നോക്കാം. അതിലത്തെ ഫസ്റ്റ് പ്രൊക്ലമേഷൻ പറയുന്നത് 3 ക്ലാസ്സസ് ഉണ്ടായിരുന്നു അല്ലേ, അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്നാക്കി മാറ്റി. Further, it abolished the seats reserved separately for the 3 classes or estates in the political assembly. അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ക്ലാസ് ആക്കി മാറ്റിയതിനെ പൊളിറ്റിക്കൽ അസംബ്ലിയിൽ ഒന്നാക്കി മാറ്റി. ദ സെക്കൻഡ് പ്രൊക്ലമേഷൻ വാസ് അബൌട്ട് ദ പ്രീസ്റ്റ്. രണ്ടാമത്തെ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു, പുരോഹിതന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ദിസ് പ്രൊക്ലമേഷൻ abolished the autonomy of the religion orders and assigned to the French nation the authority to decide who might follow this vocation, who was fit for it and who was not. ആരാണ് പ്രീസ്റ്റ് ആവേണ്ടതെന്ന് ഫ്രഞ്ച് നാഷൻ അതോറിറ്റി തീരുമാനിക്കും എന്നൊരു രീതിയിലെത്തി. അപ്പോൾ ഒരു റിലീജിയസിന് ചില നിയമങ്ങളും അടക്കും ചിട്ടയൊക്കെ വന്നു എന്നാണ് പറയുന്നത്. വെദർ ഹി വാസ് ടു ബി പെയ്ഡ് ഫോർ പ്രീച്ചിങ് ഓർ നോട്ട് ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ ഒരാൾ, ഈ ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീച്ചാണ് നടത്തുക, അല്ല സുവിശേഷം പറയുകയാണ് ചെയ്യുക, സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ അയാൾ അതിന് ഫിറ്റാണോ, അതിന് നടത്തുമ്പോൾ പേ ചെയ്യണോ, പേ ചെയ്യണ്ടേ എന്നൊക്കെ ആരാണ് ഡിസൈഡ് ചെയ്ത? ഫ്രഞ്ച് നാഷൻ ദ അതോറിറ്റി. The third proclamation was not about the political, economic or religious system. It was of a general nature and laid down the principles on which all social arrangement ought to rest. From that point of view, the third proclamation is the most important of the 3. It might be called the king of this proclamation. It is renowned the world over as the Declaration of Human Birthrights. അപ്പോൾ തേർഡ് പ്രൊക്ലമേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്കസ് അംബേദ്കർ വ്യൂസ് ഓൺ ഇൻ്റർ മാരേജ്. ഇൻ്റർ മാരേജിനെ കുറിച്ചിട്ടുള്ള അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടാണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു അംബേദ്കർ, ദ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി കൺസിസ്റ്റ് ഇൻ ബ്രേക്കിംഗ് ഡൗൺ ദ റൂൾസ് ഓൺ ഇൻ്റർ മാരേജ് ആൻഡ് ഡൂയിങ് സോ വിൽ എസ്റ്റാബ്ലിഷ് റിയൽ ഇക്വാലിറ്റി. അപ്പോൾ അംബേദ്കറിൻ്റെ അഭിപ്രായ പ്രകാരം തൊട്ടുകൂടായ്മ അഥവാ ഐത്തം കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് മാറ്റുന്നതിനോടൊപ്പം ഇൻ്റർ മാരേജ്, കാസ്റ്റ് സിസ്റ്റം നോക്കാതെ ഉള്ള ആ ഒരു മാരേജ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതിന് നിയമങ്ങളുണ്ടായിരുന്നു. ഈ പല കാസ്റ്റിലുള്ള ആളുകൾക്ക് ആ കാസ്റ്റിലുള്ള ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള റൂൾസുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് വി വിഷ് ടു റൂട്ട് ഔട്ട് അൺടച്ചബിലിറ്റി, വി മസ്റ്റ് റെക്കഗ്നൈസ് ദാറ്റ് ദ റൂട്ട് ഓഫ് അൺടച്ചബിലിറ്റി ഈസ് ഇൻ ദ ബാൻ ഓൺ ഇൻ്റർ മാരേജ്. നമ്മൾ അൺടച്ചബിലിറ്റിയുടെ വേര് പിഴുതെറിയണം എന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞ സമ്പ്രദായമൊക്കെ പലപ്പോഴും ഈ ഇൻ്റർ മാരേജ് ബാൻ ചെയ്യുന്നതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് പറയുന്നത്.